സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ച് 27 മണിക്കൂറിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് നടൻ സിദ്ദിഖ് പുറത്തിറങ്ങി. ഒരിക്കലുള്ള കുളി മുടക്കണ കഷ്ടമാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവൻ എന്നെ നോക്കാൻ എന്താ ചെയ്യുക? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. പ്രതികരിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിൽ കാല് കുത്തിയ കുത്തണ കാല് വെട്ടൂന്ന് അനൗൺസ് ചെയ്തിരിക്കുക. നീ എന്താടാ ഒന്ന് ഉരിയാടാത്തത്? ഉരിയാടടാ സൂര്യ. ഇത് അറിയേണ്ടത് നീ ഇത്രയും ദിവസം എവിടെയായിരുന്നടാ? നീ എന്ത് പണിയായി കാണിച്ചത്? ആരോടൊന്നും പറയാതെ പോന്നിട്ട് നീ ഇങ്ങനെ നാട് തട്ടി നടക്കുക. ഇല്ല ശരിയാണല്ല. ഇവരെന്താ ലുക്ക് മാത്രമുള്ള? എന്റെ അമ്മേ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. ഇങ്ങേർക്ക് വയസ്സാം കാലത്ത് ബസ് ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല. അപ്പ അടിക്കണം കാരണം നോക്കി. എന്താ പ്രശ്നം? കണ്ടില്ലേ പട്ടാ പകൽ ഒരുത്തൻ പെണ്ണുങ്ങളോട് അവമര്യാദയെ പെരുമാറിയത്. സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. എന്താണോ ഇത്? ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട് തകർത്തടാ. ഇനി എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവില്ല. അന്ന് ധൈര്യം ഉണ്ടായില്ല. 20 കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ കുറേശ്ശെ ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത്. ആ സ്ത്രീ പീഡന കേസിലെ 57ാമത്തെ പ്രതി ഞാനാ. എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ അപേക്ഷ. സുന്ദരിയായിട്ടൊരു ഭാര്യയുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി. ഈ കേസിന് എങ്ങനെയെങ്കിലും എന്റെ തല ഒന്ന് ഊരി തരണം. പ്രശ്നവും ഇല്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എന്ത് നഷ്ടപ്പെടാനുള്ളത്? ഇനി കണ്ടോ കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു. അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആ ഡ്രസ്സ് ഒന്ന് നേരെ ഇടൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്നൊന്ന് തിരിഞ്ഞ് കണ്ടോ, ഈ ജനല് കർത്തനക്കിട്ട് മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ആരെ കാണിക്കാനും ചായക്കുവാരി പൂശി തേച്ച് എന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ഡിസാസ്ട്രസ് കമന്റാണ് പുള്ളി പറഞ്ഞത്. ഒരു ഇൻഡസ്ട്രിയില് അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും അയാളെ കാസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. മാഡം, വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലെത്തി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങൾ പറയാണ്, വേറൊരാളുടെ വസ്ത്രത്തിനെ പറയാണ്. സോ ഇതായിരുന്നു അയാളുടെ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്താണാവോ തമ്പുരാമാർക്ക് വേണ്ടത്? സ്ത്രീ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. നിങ്ങൾക്ക് എവിടെ വേണോ പോയി പറയാം, ഒരാളും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? അതുകൊണ്ട് തന്നെ അയാള് വേറെ പലരെയും വിട്ടും പല രീതിയിൽ എന്താ പറയാ, നിന്നെ ശരിയാക്കി തരാം, നിന്നെ അത് ചെയ്തു തരാം. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. നീ ഇനി സിനിമയിൽ എങ്ങനെ അഭിനയിക്കുമെന്ന് ഞങ്ങൾക്ക് കാണണം. ഇങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി റെസ്പോണ്ട് ചെയ്തത്. ഞാൻ പോകുന്നു. ബൈ ബൈ. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്.